എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധികയെ തെരുവുനായ കടിച്ചു കൊന്നു. കിടപ്പ് രോഗിയായ കിഴക്കേപ്പുരയ്ക്കൽ 84 വയസ്സുള്ള കാർത്തിയായനിയെയാണ് വീടിനകത്ത് കയറിയ നായ ക്രൂരമായി കടിച്ചു കൊന്നത്. ഇവരുടെ മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ 60 വയസ്സുള്ള ദേവദാസനെയും നായ കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന കാർത്തിയായനിയെ വീടിനകത്ത് കയറിയ നായ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഖവും ശരീരമാസകലവും നായ കടിച്ചു മുറിച്ചിട്ടുണ്ട്. മുഖം വികൃതമായ അവസ്ഥയിലാണ്. മകനെയും കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് വീണ് എല്ല് പൊട്ടിയതിനെ തുടർന്ന് കാർത്തിയായനി കിടപ്പിലായിരുന്നു. ദേവദാസ് മാനസിക അസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിച്ച് കിടപ്പിലായിരുന്നു. 6:30 സമീപത്തുള്ള ഇവരുടെ മകൻ മണി ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരെ നാട്ടുകാരും പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നായ വേറെ ആളുകളെയും വളർത്തുനായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. നായയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. കടകോട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് വെള്ളറക്കാട് പ്രദേശത്ത് ഇന്ന് വൈകിട്ട് ഒരു തെരുവുനായ ഒരു അമ്മയും മകനും അസുഖമുള്ളൊരു മകനും കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അമ്മനെ കടിച്ച് പരിക്കേൽപ്പിക്കുകയും ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ മരണപ്പെടുകയും ഉണ്ടായി. അതോടൊപ്പം തന്നെ വീട്ടിൽ അസുഖമായി ബാധിച്ച് കിടന്നിരുന്ന മകനെയും തെരുവുനായ കടിക്കുന്നുണ്ടായി. വേറൊരു മകൻ ആ വീട്ടിലേക്ക് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്താണ് ഇത് കണ്ടത്. ഉടനെ തന്നെ നായ ഓടിപ്പോവുകയും നാട്ടുകാരെല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഓടിക്കൂടുകയും അമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയും മകനെയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നായ വീണ്ടും വേറൊരു വീട്ടിൽ കയറി ഒരാളെ കടിക്കുന്ന സംഭവം കൂടി ഉണ്ടായി. നായ ഇപ്പോ എരുമപ്പെട്ടി സിഐയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലും തെരഞ്ഞ് നായയെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് നാട്ടുകാര്. ചില നായകളെ കൂടി ഈ നായ കടിച്ചിട്ടുണ്ട്. വിഷം ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. നാട്ടുകാരെല്ലാവരും വലിയ രീതിയിലാണ്. ഒപ്പം നായയെ പിടിക്കാനുള്ള വലിയ ശ്രമത്തിലും കൂടിയാണ് നാട്ടുകാരെല്ലാവരും. എല്ലാ ജനങ്ങളും ജാഗ്രതയോടുകൂടി വീട്ടിൽ അധികം പുറത്തിറങ്ങാതിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്.